ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മൈ അൺകാനി ഡെസ്റ്റിനിയുടെ 9ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ഹീറോയിൻ പറയുകയാണ് അവളാണ് മൂഷി രാജ്യത്തിലെ രാജാവ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം നമ്മുടെ ഹീറോ ചെന്ന് ചോദിക്കുവാണ്, ഹീറോ കയറി ഹീറോയിനെ കിസ് ചെയ്യും. ഏതേ സമയം തന്നെ കാണിക്കുവാണ് നമ്മുടെ അവിടെ കുടിച്ച് പോകത്തില്ലായിരിക്കുക കേട്ടോ. അപ്പോൾ സിലാനെ കാണാത്തതുകൊണ്ട് രണ്ടാമത്തെ ചേട്ടൻ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവൾ ഒരു ടേബിളിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവനും അവിടെ വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ സിലാൻ വിചാരിക്കുന്നത് അവളുടെ ഭർത്താവ് വന്നു വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ആണല്ലോ മൂഷി രാജ്യത്തിലെ രാജാവ്, അവനാണെന്നും വിചാരിച്ചിട്ട് നമ്മുടെ സിലാൻ വന്നിട്ട് നമ്മുടെ നമ്മുടെ രണ്ടാമത്തെ ചേട്ടനെ കിസ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ മൂത്ത ചേട്ടൻ അവിടെ ഇങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചേട്ടനെ കാണാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ആ സമയത്ത് അവൻ കാണുവാണ് നമ്മുടെ മെങ്ങ് രാജകുമാരി കുളിക്കുന്നത്. എന്നിട്ട് അവൻ അതിനകത്ത് മതി പറന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് മെങ്ങ് രാജകുമാരി ഇത് കണ്ടുപിടിക്കും. അപ്പോൾ അവൻ ഇനി എന്തെങ്കിലും കൊല്ലോ അങ്ങനെ എന്തെങ്കിലും ചെന്ന് വെച്ചിട്ട് അവൻ അവളുടെ കാലിൽ വീഴുവാണ്. അപ്പോൾ അവളൊരു കാര്യം പറയാണ്, നീ എങ്ങനെയാണോ ഹീറോയിന് ചേട്ടനായിരിക്കുന്ന പോലെ ഇനി എനിക്ക് ചേട്ടനായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതാക്കുകയാണ്. അപ്പോൾ ഇവൻ ഈ മൂത്ത ചേട്ടൻ എന്ന് വെച്ചാൽ ഇവള് പറയുന്നതെല്ലാം കേട്ട് തുള്ളിക്കൊണ്ട് അവന് നിൽക്കുവാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ സ്വപ്നത്തെ കാണുവാണ്. അവളുടെ അച്ഛൻ വന്ന് ശരിക്കുള്ള അച്ഛൻ വന്ന് അവളുടെ അടുത്ത് പറയാണ്, മോളെ ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി, നിനക്കും നിൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എൻ്റെ പദവി പോകാതിരിക്കാൻ വേണ്ടി ഇത്രയും റെസ്പോൺസിബിലിറ്റി നിനക്ക് ഇത്രയും ചെറുപ്പത്തിൽ ഞാൻ തന്ന് കള്ളം പറയുന്നതൊന്നും ചെയ്യരുതായിരുന്നു മോളെ, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഒരുവിധം ആശ്വാസമായിട്ട് അവൾ വന്നിട്ട് അതൊന്ന് ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ നല്ല ഉറക്കുക. അപ്പോൾ അവൾ ആലോചിക്കുക, ദൈവമേ ഞാൻ ഇന്നലെ വെള്ളം മീൻസ് വൈനൊക്കെ കഴിച്ചിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞെന്ന് തോന്നുന്നല്ലോ, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാനാണ് ശരിക്കുള്ള മൂഷി രാജ്യത്തിലെ രാജാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഹീറോ എണീക്കുന്ന സമയമാകുമ്പോൾ ഇവള് ഉറങ്ങിയ പോലെ അങ്ങ് കിടക്കുക. അപ്പോൾ ഹീറോ ഭയങ്കര ഹാപ്പി. അപ്പോൾ ഹീറോ എണീറ്റ് കഴിയുമ്പോൾ ഇവളും മെല്ലെ അങ്ങ് എണീക്കും. എണീറ്റിരുന്ന് ഇവരിങ്ങനെ ഓരോ കാര്യം പറയുകയാണ്. നീ ഇന്നലെ പറഞ്ഞ പോലെയൊന്നും പറയില്ലെന്ന് ഹീറോ വന്ന് ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ്. നീ മൂഷി രാജ്യത്ത് എനിക്ക് അവൻ്റെ പേര് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, വെറുപ്പാന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അങ്ങ് ഒരുമാതിരിയാവുക. ഈ സമയത്ത് നമ്മുടെ മെങ്ങ് രാജകുമാരി അങ്ങോട്ട് സൂപ്പും കൊണ്ട് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കാനായിട്ട് വരാം. വരുമ്പോഴാണ് ഇവൾ കാണുന്നത് ആരുണ്ട് അവിടെ, ഹീറോയിൻ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊന്നും അവൾക്ക് ഇഷ്ടമായില്ല. അപ്പോൾ അവൾ പറയുകയാണ്, മെങ്ങ് രാജകുമാരി പറയുകയാണ്, അയ്യോ ഞാൻ ഹീറോ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടാണ് ഒരു കപ്പ് സൂപ്പ് കൊണ്ടുവന്നേ, സോറി എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കാതിരിക്കുന്ന സമയത്ത് മെങ്ങ് രാജകുമാരി വാരി കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഹീറോ തുറക്കത്തില്ല കേട്ടോ. അപ്പോൾ മെങ്ങ് രാജകുമാരി പറയുവാണ്, ഞാനൊരു അനിയത്തിയെ പോലെ കണ്ടാൽ മതി, കല്യാണമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയല്ലയോ, ഞാൻ നിങ്ങളുടെ ഒരു അനിയത്തിയായിട്ട് കുഞ്ഞനിയത്തിയായിരുന്നോളാന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയണേ, ഒരു കുഞ്ഞനിയത്തിക്ക് ചേരുന്ന കാര്യമൊന്നുമല്ല നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആ സൂപ്പ് എടുത്തിട്ട് ഹീറോയിൻ വന്ന് ഹീറോയ്ക്ക് വാരി കൊടുക്കുന്ന സമയത്ത് ഹീറോ ഭയങ്കര കാര്യമായിട്ട് അവൾ വാരി കൊടുക്കുമ്പോൾ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സൂപ്പെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മെങ്ങ് രാജകുമാരി കർച്ചീഫ് എടുത്ത് തുറക്കാൻ നിൽക്കുന്ന സമയത്ത് ഹീറോയിൻ അവളത് തുറക്കാതിരിക്കാൻ ഹീറോയിൻ കിസ് ചെയ്തിട്ട് അവൻ്റെ മുഖം തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് മെങ്ങ് രാജകുമാരിക്ക് ഇതൊന്നും കാണുമ്പോൾ ഇഷ്ടമാവുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് മെങ്ങ് രാജകുമാരി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്, ദേഷ്യം വന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ ഹീറോ പിന്നെയും കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ കൊടുക്കത്തില്ല. അപ്പോൾ ഹീറോ വിചാരിക്കണം ഓക്കെ ഒന്ന് ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കാൻ വെച്ചിട്ട് അപ്പോൾ ഒറ്റയ്ക്ക് എടുത്ത് കുടിക്കാൻ നിൽക്കുമ്പോൾ ഹീറോയിൻ ഒരു നോട്ടം നോക്കും. കാരണം നമ്മുടെ മെങ്ങ് രാജകുമാരി കൊണ്ടുവന്ന് വെച്ച സാധനമല്ലേ. അപ്പോൾ ഹീറോയിൻ എന്താ വെച്ചാൽ ആ സൂപ്പ് തൊടാതെ നേരെ അവിടെയുള്ള ഓറഞ്ച് പഴം എടുത്തിട്ട് അവൻ കഴിക്കും. ഹീറോയിൻ വന്ന് സിലാനെ കാണാൻ പോകും. സിലാനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. സിലാൻ ഇപ്പോഴും മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ സിലാൻ്റെ ഹസ്ബൻഡ് മീൻസ് നമ്മുടെ ഹീറോയിനാണ് വന്ന് മൂഷി രാജ്യത്തിലെ രാജാവാണ് അവൾക്ക് വന്ന് കിസ് ചെയ്തേക്കുന്നതെന്നാണ്. പക്ഷെ നമ്മുടെ ഹീറോയിന് റിയാലിറ്റി അറിയാലോ. അപ്പോൾ ഹീറോയിൻ ഞെട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ അങ്ങ് ചെല്ലുന്ന സമയത്ത് നമ്മുടെ മൂത്ത ചേട്ടനും രണ്ടാമത്തെ ചേട്ടനും കൂടി സംസാരിക്കാം. മൂത്ത ചേട്ടൻ പറയണം, ഞാൻ ഇന്നലെ നമ്മുടെ മെങ്ങ് രാജകുമാരി കുളിക്കുന്ന കുളിസീൻ കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നീ കളിക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചേട്ടൻ പറയാം, നീ ഇന്നലെ എനിക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇന്നലെ നടന്ന കാര്യം വന്നിട്ട് രണ്ടാമത്തെ ചേട്ടൻ കിസ് ചെയ്ത കാര്യം വന്നിട്ട് പറയുവാണ്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇതെല്ലാം കേട്ട് വരും കേട്ടോ. ഹീറോയിൻ രണ്ടാമത്തെ ചേട്ടനെ പിടിച്ച് മാറ്റി എടുത്തിട്ട് നല്ല പോലെ വഴക്ക് പറയാം. അപ്പോൾ പറയണം, അയ്യോ അത് ഞാൻ വിചാരിച്ച അവൾ എന്നെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായത് അവളുടെ ഹസ്ബൻഡിനെ വിചാരിച്ചാണ്, അവൾ ഹസ്ബൻഡിനെ വിളിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് രണ്ടാമത്തെ ചേട്ടൻ പറയണം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, അതും പറഞ്ഞ് നീ അവൾ അഡ്വാൻറ്റേജ് എടുത്തല്ലേ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചേട്ടൻ അവൾ വേണമെങ്കിൽ ഹസ്ബൻഡിനെ വിട്ടിട്ട് വരട്ടെ, ഡിവോഴ്സ് ചെയ്ത് വരട്ടെ, ഞാൻ അവളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുത്ത് അവളെ നോക്കിക്കോളാം എന്ന് വാക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേ സമയം നമ്മുടെ മെങ്ങ് രാജകുമാരി ആണെങ്കിൽ നമ്മുടെ സൂപ്പൊക്കെ നമ്മുടെ ഹീറോയിൻ വാരി കൊടുത്തതിൻ്റെ ദേഷ്യത്തിൽ അവിടെ കിടന്ന് എല്ലാം അടിച്ച് പൊട്ടിക്കുവാണ്. അപ്പം നമ്മുടെ യാങ് പറയാണ് നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് മെങ്ങ് രാജകുമാരി പറയും. അപ്പോൾ യാങ് പറയാം, ഒരു സീക്രട്ട് ലെറ്റർ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് വായിച്ച് കേൾപ്പിക്കുക, വേറെ ഒന്നുമല്ല, ഇവിടെ അച്ഛന് വയ്യാതായി, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അച്ഛൻ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ടിയാൻമു രാജ്യത്തിലെ രാജാവിന് വയ്യാതായതുകൊണ്ട് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അവിടെയുള്ള ചേട്ടന്മാരെല്ലാം അവരുടെ പദവി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കും. അപ്പോൾ ഇവർക്കൊരു മൂത്തൊരു ചേച്ചിയുണ്ട് അവിടുത്തെ രാജകുമാരി. അപ്പോൾ
ഇവർക്കൊരു മൂത്ത രാജകുമാരിയുണ്ട്, ഇച്ചിരി നല്ല എൽഡർ ആയിട്ടുള്ള. അവർ വന്ന് പറഞ്ഞേക്കുന്നത് എന്ന് വെച്ചാൽ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല, ഇവരുടെ പ്ലാൻസ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ യാങ് പറയണം, ഞാൻ ഇതിനൊരു കാര്യം ചെയ്തേക്കാം, അത് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാനുള്ള സെറ്റപ്പിക്ക് ആര് വരും, നമ്മുടെ ഹീറോ വരും എന്ന് പറയുവാണ്. ഇതേ സമയം നമ്മുടെ ഹീറോനെ കാണിക്കുകയാണ്. നമ്മുടെ ഹീറോൻ്റെ അടുത്തേക്ക് അസിസ്റ്റൻ്റ് ഒരു കൊച്ചു ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസ്, ഒരു ഇൻഫോർമേഷൻ കിട്ടി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഹീറോ കല്യാണം കഴിക്കാനുള്ളതൊന്നും നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ടിയാൻമു രാജ്യത്ത് നിന്ന് അവിടെ നിന്ന് ഒരു ന്യൂസ് പോയിട്ടുണ്ട്, മൂഷി രാജ്യത്തിലെ രാജാവിനെ കൊണ്ട് മെങ് രാജകുമാരി കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാനിങ് നടക്കുന്നുണ്ടെന്ന് അറിയണം. അപ്പോൾ ഹീറോ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു സ്ഥലത്ത് മാറ്റി നിർത്തിയിട്ട് പറയുവാണ്. ഹീറോ വന്ന് നമ്മുടെ ഹീറോയിനെ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, ഇങ്ങനെ സംഭവം ഉണ്ടായി, മൂഷി രാജ്യത്തിലെ രാജാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാനാന്ന് പറയണം. ആ സമയത്ത് ഹീറോയിൻ പറയണം, ഇല്ല ഒരിക്കലും ഇല്ല, അങ്ങനെ നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഹീറോ പറയാണ്, നീ വിചാരിക്കുന്ന കണക്കൊന്നുമില്ല, നമുക്ക് ഈ കാര്യത്തെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തേ പറ്റുമെന്ന് പറയണം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയാണ്, അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, അതുകൊണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ കല്ലറയിൽ കൊണ്ടുപോയിട്ട് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തതും കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചോദിക്കണം. അപ്പോൾ ഹീറോ പറയാണ്, സമാധാനിപ്പിക്കാൻ വേണ്ടിയില്ല, നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാമെന്ന് പറയണം. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യും, എന്താണ് നമ്മുടെ ഇവരുടെ അടുത്ത് ചെന്ന് പറയണം, അവരെ കൊണ്ട് സമ്മതിക്കാൻ പറ്റാത്തൊരു കാര്യം പറയണം. അത് പറഞ്ഞിട്ട് അവർ സമ്മതിപ്പിക്കുകയാണെങ്കിൽ എന്താണ് അതിനർത്ഥം, ഇവിടെ വേറെ എന്തോ ഒരു ഉദ്ദേശത്തിനാണ്, കല്യാണത്തിന് മാത്രമല്ല അവർ വന്നേക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാമെന്ന് പറയണം. അപ്പോൾ ഹീറോ പറയണം, ഞാൻ ഒരു കാര്യം ചെയ്യാം, കല്യാണത്തിൻ്റെ അന്ന് വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോ ചെന്നിട്ട് നമ്മുടെ എന്താ പറയുന്നത് മെങ് രാജകുമാരിയുടെ അടുത്ത് പറയുവാണ്, ഓക്കെ നമുക്ക് ഈ മാസം ലാസ്റ്റ് തന്നെ കല്യാണം കഴിക്കാം, പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയണം. അപ്പോൾ മെങ് രാജകുമാരി എന്താണെങ്കിലും പറഞ്ഞു നമുക്കത് ചെയ്യാമെന്ന് പറയുമ്പോൾ ഹീറോ പറയാണ്, ഞാൻ അന്ന് നിന്നെയും കല്യാണം കഴിക്കും, ഹീറോയിനെയും കല്യാണം കഴിക്കും, നമ്മൾ 3 പേര് ഒരുമിച്ചാണ് കല്യാണം കഴിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ മെങ് രാജകുമാരിക്ക് ഇത് ഇഷ്ടമാവുന്നില്ല, പക്ഷേ അവരുടെ ഉദ്ദേശം വേറെയല്ല. അതുകൊണ്ട് തന്നെ പറയും, നിങ്ങൾ എന്തോ പറഞ്ഞാലും കേട്ടോളാം, കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ അത്ര ഇഷ്ടമായതുകൊണ്ട് നിങ്ങളുടെ എന്താ ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് ഞാൻ ഇതിൽ നിൽക്കത്തില്ലെന്ന് പറഞ്ഞ് അവൾ സമ്മതിപ്പിക്കുവാണ്. ഇത് കഴിയുമ്പോൾ കാണിക്കുവാണ് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ സിലാൻ അവിടെ ഇരുന്ന് ഭയങ്കര ആലോചിച്ചിരിക്കും, ഇന്ന് വരുമോ എന്നും പറഞ്ഞ് ഇവൾ നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയും വന്ന് ആരുടെ വേഷത്തിൽ വരുവാണ്, മൂഷി രാജ്യത്തിലെ രാജാവിൻ്റെ വേഷത്തിൽ വന്നിട്ട് അവളുടെ അടുത്ത് പറയുവാണ്, എന്താണ് എനിക്ക് നിന്നോട് ആദ്യം തൊട്ടേ താല്പര്യമില്ലായിരുന്നു, എൻ്റെ അച്ഛൻ വാക്ക് കൊടുത്തതിൻ്റെ പേരിലാണ് നിന്നെ കല്യാണം കഴിച്ചത്, അതുകൊണ്ട് എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞിട്ട് ഒരു ഡിവോഴ്സിൻ്റെ ലെറ്റർ കൊടുക്കുവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ മീൻസ് രണ്ടാമത്തെ ചേട്ടൻ പറഞ്ഞാണ്, അവൾ ഭയങ്കര ഇഷ്ടവും മൂഷി രാജ്യത്തിലെ രാജാവിന്, അതുകൊണ്ട് എന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അപ്പോൾ ആ ഇഷ്ടം മാറ്റിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞോളൂ. അതിന് വേണ്ടിയാണ് നമ്മുടെ ഹീറോയിൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ് ടാനിന് കണ്ണ് കാണത്തില്ലെങ്കിലും ടാനിന് നല്ല സെൻസാണ്. അപ്പോൾ ടാൻ ഈ സംസാരം കാര്യങ്ങളും കേട്ടിട്ട് മനസ്സിലാവും ആരാണത് മൂഷി രാജ്യത്തിലെ രാജാവാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇവളെ ഫോളോ ചെയ്ത് നമ്മുടെ ഹീറോയിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ഹീറോയിൻ ഒരു പാലസിനകത്ത് ഓടി കയറുകയാണ്. പാലസിനകത്ത് കയറി തിരിഞ്ഞ് നിന്നിട്ട് ഫൈറ്റ് ചെയ്യാനായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ടാന് പറയുകയാണ്, ഓക്കെ അവസാനമായി ഞാൻ നിന്നെ കണ്ടെത്തി എന്ന് പറഞ്ഞ് നിൽക്കുന്നതോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ ബൈ.